ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആലിംഗനമെന്നാണ് ഈ കൂടിക്കാഴ്ചയെ ബ്രിട്ടനിലെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. അതിന് കാരണവുമുണ്ട്. 77-കാരിയായ ഈ മുത്തശ്ശിയെ കാണാൻ റോമിയോ കോക്സ് എന്ന 11-കാരൻ കൊച്ചുമകൻ ലോക്ക്ഡൗൺ കാലത്ത് നടന്നത് 2735 കിലോമീറ്ററാണ്. ഇറ്റലിയിൽ നിന്ന് ആരംഭിച്ച് 93 ദിവസം കൊണ്ട് ലണ്ടനിലെത്തിയ യാത്ര. പോയ മാസം ബ്രിട്ടനിലെ ലിറ്റിൽ ഹീറോ ആയിരുന്നു റോമിയോ കോക്സ്. ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ച കൊറോണ എന്ന രോഗാണു കാരണം അതിർത്തികൾ അടച്ചിടപ്പെട്ടപ്പോൾ ഇറ്റലിയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശമായ സിസിലിയിലെ പലർമോയിലെ വീട്ടിലിരുന്ന് അവൻ സങ്കടപ്പെട്ടത് ഒരു കാര്യമോർത്തായിരുന്നു. ലണ്ടനിലെ വിറ്റ്നിയിലുള്ള മുത്തശ്ശി റോസ്മേരിയെ ഉടനെയൊന്നും കാണാൻ പറ്റില്ല. ബ്രിട്ടീഷുകാരനായ പിതാവ് ഫിൽ കോക്സിന്റെ അമ്മയാണ് റോസ്മേരി. ഫില്ലിനും ഇറ്റലിക്കാരിയായ മാതാവ് ജിയോവനി സ്റ്റോപ്പോണിയുമൊത്ത് 1 വർഷം മുമ്പാണ് അവൻ കിഴക്കൻ ലണ്ടനിലെ ഹാക്നിയിൽ നിന്ന് പലർമോയിലെത്തിയത്. അന്നു മുതൽ മുത്തശ്ശിയെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വിഷമത്തിലുമായിരുന്നു അവൻ. യാത്രാ സൗകര്യങ്ങളില്ലാത്തതിനാൽ പോയി കാണാനും കഴിയില്ല. ഒടുവിൽ അവൻ മാതാപിതാക്കൾക്ക് മുന്നിൽ ലണ്ടനിലേക്ക് നടന്നു പോവുക എന്ന ആശയം അവതരിപ്പിച്ചു. ആദ്യം എതിർത്തെങ്കിലും അവൻ്റെ പിടിവാശിക്ക് മുന്നിൽ അവർ മുട്ടുമടക്കി. അങ്ങനെ 2020 ജൂൺ 20-ന് റോമിയോയും പിതാവ് ഫില്ലും ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു. ഫിലിം മേക്കറും മാധ്യമപ്രവർത്തകനുമായ ഫിൽ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കി. പലർമോയിൽ നിന്ന് മിലാൻ വഴി സ്വിറ്റ്സർലൻഡിലേക്ക്, അവിടെ നിന്ന് ഫ്രാൻസ്, പിന്നെ കടൽ കടന്ന് ഇംഗ്ലണ്ട്. ഗൂഗിൾ മാപ്പായിരുന്നു വഴികാട്ടി. രാത്രിയാകുമ്പോൾ ഏതെങ്കിലും സുരക്ഷിത സ്ഥലങ്ങളിൽ ടെന്റ് കെട്ടിക്കിടന്നായിരുന്നു ആദ്യകാലങ്ങളിൽ ഉറക്കം. ചില രാത്രികളിൽ പള്ളികളും ഹോസ്റ്റലുകളും അഭയമേകി. റോമിയോയുടെ യാത്രയുടെ ഓരോ ഘട്ടവും ചിത്രീകരിച്ചിരുന്ന ഫിൽ റോമിയോസ് ബിഗ് ജേർണി ഹോം എന്ന ഫേസ്ബുക്ക് പേജിലൂടെ അത് പുറം ലോകത്തെത്തിച്ചു. ഇതോടെ ഇവർ പ്രശസ്തരായി. ഉറങ്ങാനായി ഇരുവർക്കും വീടുകളിൽ സൗകര്യമൊരുക്കാൻ തയ്യാറായി നിരവധി പേർ രംഗത്തെത്തി. യാത്രക്കിടയിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ നിരവധിയാണ്. റോമിലേക്ക് കടന്ന ഇരുവരെയും വിജനമായൊരിടത്ത് വെച്ച് ഒരു കൂട്ടം കാട്ടുനായ്ക്കൾ ആക്രമിച്ചു. ആദ്യം ഭയന്നെങ്കിലും ഇവർ ശക്തമായി തന്നെ നായ്ക്കളെ തുരത്തി. കാട്ടുവഴികളിൽ കൂടിയുള്ള യാത്ര ദുഷ്കരമായപ്പോൾ അവർ ഒരു കാട്ടുകഴുതയെ മെരുക്കി ഒപ്പം കൂട്ടുകയും ചെയ്തു. പ്രതിസന്ധികൾ ഏറെ ഉണ്ടായെങ്കിലും അവർ നടന്നും സൈക്കിളിലും ബോട്ടിലും സഞ്ചരിച്ചും കാടും മലയും കടലും കടന്ന് മുന്നോട്ട് തന്നെ നീങ്ങി. അമ്മ ജിയോവനി സ്റ്റോപ്പോണി നേതൃത്വം നൽകുന്ന സന്നദ്ധ സംഘടനയായ റെഫ്യൂജി എഡ്യൂക്കേഷൻ എക്രോസ് കോൺഫ്ലിക്ട്സ് ട്രസ്റ്റ് എന്ന റിയാക്ടിന്റെ സജീവ പ്രവർത്തകനായ റോമിയോ അതിന്റെ പ്രവർത്തനത്തിനു വേണ്ടി 13,731 യൂറോയാണ് ഈ യാത്രയ്ക്കിടെ സമാഹരിച്ചത്. പലർമോയിലെ 50 അഭയാർത്ഥി കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ടാബുകൾ വാങ്ങാനും വൈഫൈ കണക്ഷൻ ലഭ്യമാക്കാനുമാണ് ഈ തുക ഉപയോഗിച്ചത്. യാത്ര തുടങ്ങി 93 ദിവസം പിന്നിട്ട് സെപ്റ്റംബർ 21-ന് ഇരുവരും ലണ്ടനിലെ ട്രാഫൽഗർ സ്ക്വയറിലെത്തി. 14 ദിവസത്തെ ക്വാറന്റൈൻ കൂടി കഴിഞ്ഞ് ഒക്ടോബർ 4-നാണ് റോമിയോയ്ക്ക് റോസ്മേരിയെ കാണാൻ കഴിഞ്ഞത്. ഏറെ ത്യാഗം സഹിച്ച് തന്നെ കാണാനെത്തിയ കൊച്ചുമകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച ശേഷം അവർ പറഞ്ഞു, ലോകത്തെ എല്ലാ മുത്തശ്ശിമാർക്കും വേണ്ടിയാണ് ഈ ചുംബനം. ലോകത്തെ എല്ലാ കൊച്ചുമക്കൾക്കും വേണ്ടി റോമിയോ അത് ഏറ്റുവാങ്ങുകയും ചെയ്തു. അവനൊന്നും മിണ്ടിയില്ലെങ്കിലും ആ മനസ്സ് പറയുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. ഗ്രാൻഡ്മാ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ്.